ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തേങ്ങാ ചട്നിയുടെ കൂടെ നല്ല മുരിഞ്ഞ ചൂടൻ ഉഴുന്നുവട കഴിക്കാം. വളരെ രുചികരമായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഉഴുന്നുവട തയ്യാറാക്കാനായി 2 കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അരച്ചതിൽ നിന്നും ഒരു നുള്ളു മാവെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാവ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ മാവിൻ്റെ പരുവം ശരിയാണെന്ന് മനസ്സിലാക്കാം. അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് 5 മിനിറ്റ് നന്നായി ഒരു സ്പൂണ് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ഇളക്കി മാവ് സോഫ്റ്റ് എടുക്കണം. അരയ്ക്കുമ്പോൾ ഉഴുന്ന് ചൂടാകാതെ നിർത്തി അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം കുറഞ്ഞത് ഒരു 5 മണിക്കൂർ മാവ് പുളിക്കാനായി വെക്കാം. 5 മണിക്കൂറിന് ശേഷം മാവ് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ള പാത്രം വയ്ക്കാം. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ വറുത്ത് കോരുവാൻ ആവശ്യമായ എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി നടുക്ക് കുഴി ഉണ്ടാക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം മീഡിയം ഹൈക്ക് ഇടയ്ക്കായിരിക്കണം. ഒരു വശം ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഹൈ ആക്കരുത്, ഉൾവശം വേവാതെ ഇരിക്കും. 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് മൊരിച്ചെടുക്കണം. എല്ലാം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ചൂടോടെ ചമ്മന്തിയിൽ മുക്കി കഴിക്കാൻ. ഇനി എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.